കണ്ണാ നീ ചതിക്കല്ലേ കണ്ണാ. കണ്ണൻ, നമ്മുടെ കൊച്ചു കണ്ണൻ, എൻ്റെ മകൻ്റെ പ്രായമുള്ള കണ്ണൻ ചതിക്കില്ല. കണ്ണൻ മറ്റൊരു അത്യാവശ്യത്തിന് വേറെ സ്ഥലത്ത് പോയതാണ്. കണ്ണനും കൊള്ളാം, അമ്മയും കൊള്ളാം, കിണ്ണനും എല്ലാം കൊള്ളാം. നിങ്ങൾ ശോഭാ സുരേന്ദ്രൻ, നിങ്ങൾ വിശാലമായ മനസ്സുള്ള ഒരു അമ്മയായതുകൊണ്ടോ ഒരു സഹോദരി ആയതുകൊണ്ടായിരിക്കും കണ്ണൻ കിണ്ണൻ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ കണ്ണൻ്റെ പ്രവൃത്തി ശരിയായില്ല. കണ്ണൻ ചെറിയ പയ്യനല്ലേ. അദ്ദേഹത്തിന് സീറ്റുണ്ടോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് BJP പോലൊരു വലിയ പാർട്ടിയിൽ ജില്ലാ സമിതിയുണ്ട്, സംസ്ഥാന സമിതിയുണ്ട്, പിന്നെ അഖിലേന്ത്യാ സമിതിയുണ്ട്. വലിയ ഘടകങ്ങളിലല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്, ജയിക്കുമോ എന്നുള്ള സാധ്യത നോക്കണം, ഒരുപാട് ഘടകങ്ങൾ നോക്കിയിട്ടല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണൻ എന്ന് പറയുന്നത് ശരിക്കും ABVPയിൽ വന്നു, വേലഗോകുലത്തിലുണ്ടായിരുന്നു ABVP. പക്ഷേ ചെറുപ്പമല്ലേ, വളരെ ചെറുപ്പമല്ലേ. അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മത്സരിപ്പിക്കാനായി BJP തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ചുവരെഴുത്തിന് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അവിടെ വരണ്ടേ. ഇനി കണ്ണൻ ഇന്ന് അസൗകര്യമാണെങ്കിൽ വൈകിട്ടാക്കണം. അതിനുശേഷം കണ്ണൻ വന്നല്ലോ, അപ്പോൾ ആ കണ്ണനെ വൈകുന്നേരം ആക്കണം. ചുവരെഴുത്ത് അല്ലെങ്കിൽ നാളെ ആക്കണം, അല്ലെങ്കിൽ ഇന്നലെ ആക്കണം. അപ്പോൾ കണ്ണൻ്റെയും കൂടി സൗകര്യം വെച്ചിട്ട് ചുവരെഴുതണം. അപ്പോൾ കണ്ണൻ പോയ സമയം നോക്കി ചുവരെഴുതിയതാണെങ്കിൽ ശോഭാ സുരേന്ദ്രനാണ് പണി കൊടുക്കേണ്ടത്. അപ്പോൾ അല്ല, കണ്ണൻ വരുന്നില്ല. തീർച്ചയായിട്ടും കണ്ണൻ ചെയ്തത് ശരിയായില്ല. അത് മാത്രമല്ല, ചുവരെഴുത്തിന് വന്നില്ല എന്ന് മാത്രമല്ല, വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ, കണ്ണൻ്റെ ഈ പ്രശാന്ത് ശിവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് നമ്മളെ പോയി തൊഴുതത്. ആര്? ശോഭാ സുരേന്ദ്രൻ അനുഗ്രഹത്തിന് പോയത്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുണ്ടായിട്ട് പോലും, തൊട്ടടുത്ത വീടായിട്ട് പോലും പ്രശാന്ത് ശിവൻ വന്നില്ല. കൃഷ്ണകുമാർ ഫോൺ ചെയ്തപ്പോഴാണ് വന്നത്. പിന്നെ വന്നിട്ട് ഉരുളുകയാണ് വേറെ ന്യായങ്ങൾ. ഇത് പൊട്ടന്മാരൊന്നുമല്ല മനുഷ്യർ. നിങ്ങൾ ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ നിങ്ങൾ തുടക്കത്തിലേ കല്ലുകടിയാണ്. ഞാൻ രാജീവ് ചന്ദ്രശേഖരനോട് എനിക്ക് പറയാനുള്ളത്, ഇത് വലിയൊരു ശാപമാണ് നിങ്ങൾക്ക് സംഘടന വലിയ പ്രശ്നമാണ്. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമായി വരികയാണ്. പാലക്കാട് നഗരസഭ വളരെ മനോഹരമായിട്ടാണ് BJPക്ക് തന്നത്. പക്ഷേ നിങ്ങളതിനെ അടിച്ച് കല്ലിലുടച്ച് പൂക്കല പോലെയായി. ശിവരാജൻ്റെ വഴിക്ക്, പ്രമീളയുടെ വഴിക്ക്, പിന്നെ ചെയർപേഴ്സൻ്റെ വഴിക്ക്, കൃഷ്ണകുമാറിൻ്റെ വഴിക്ക്, സന്ദീപ് ഭാര്യരുടെ വഴിക്ക് പോയി കോൺഗ്രസ്സിൽ ചേർന്നു. നിങ്ങളതിനെ പൂക്കുല പോലെ അടിച്ചു വലച്ചു. പന്തളം മുനിസിപ്പാലിറ്റി നിങ്ങളെ ഏൽപ്പിച്ചതാണ് ജനങ്ങൾ. അതിന് നിങ്ങൾ അവസാനം CPM കൊണ്ട് കൊടുത്തു. അതുകൊണ്ടല്ലേ അവർ പറഞ്ഞു നടക്കണം ശബരിമല വിഷയം ഏറ്റിട്ടില്ല എന്ന്. അതുപോലെ ഓരോ പഞ്ചായത്തിൽ, തിരുവനന്തപുരത്ത് കള്ളിക്കാട് എടുത്തു നോക്കൂ. നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾക്ക് എന്തുമാത്രം സാധ്യത കിട്ടിയൊരു പഞ്ചായത്താണ്. കല്ലൂർ പഞ്ചായത്ത് എടുക്കൂ, വെങ്ങാനൂർ പഞ്ചായത്ത് എടുക്കൂ. എവിടെ നിങ്ങളൊരു പരിപാടി അവതരിപ്പിച്ചാലും അപ്പോൾ കയ്യടി വാങ്ങിക്കും, പിന്നെ ദുരന്തമാണ് നിങ്ങൾ. പാലക്കാട് എത്ര മനോഹരമായിട്ടാണ് ശോഭാ സുരേന്ദ്രന് ഈസി വാക്കോറാൻ. കാരണം എന്താണ്, അവിടെ ഇപ്പോൾ പിന്നെ ഷാഫി പറമ്പിലൊന്ന് ഡിമ്മായി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇല്ല. പിന്നെ CPM സ്ഥാനാർത്ഥി ആരെന്നറിയില്ല. ഡോക്ടർ ശരൺ മത്സരിക്കുന്നില്ല. അങ്ങനെ വലിയ ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടിയ ഗ്യാപ്പിൽ ഇടിച്ച് കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ലേ ശോഭാ സുരേന്ദ്രന് കിട്ടിയത്. പക്ഷേ നിങ്ങൾ കല്ലിലടിച്ച പൂക്കല പോലെ അകത്തു നിന്ന് തന്നെ തകർക്കും. വെളിയിൽ നിന്നാരും വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തന്നെ സംഘപരിവാറെന്നും അതാണ്. ശിവരാജൻ വളരെ വലിയ പ്രായമുള്ള ആളാണ്. അദ്ദേഹവും കരഞ്ഞു, എനിക്ക് സ്ഥാനാർത്ഥിത്വം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിൽ കിടന്ന് കരയുന്നതായിട്ട്. പിന്നെ കൗൺസിൽ തിരഞ്ഞെടുപ്പിന് എന്താണിത്? അവസാനം പറയും പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ അതുപോലെ കേൾക്കും. എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് വിളിച്ച് പോകുന്നത്? ഇത് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഒരു ശാപമാണ്. ഓരോരുത്തരും ഇങ്ങോട്ട് വരും. എത്ര ചെറുപ്പമായാലും, കണ്ണനായാലും, ബാലകണ്ണനായാലും, കുട്ടിക്കണ്ണനായാലും, കൊച്ചു കണ്ണനായാലും, ചെറിയ കണ്ണനായാലും, കുഞ്ഞുകണ്ണനായാലും അപ്പോഴേ സീറ്റ് വേണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വളരെ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇത് ശരിയല്ല. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള സീനിയർ ജനറൽ സെക്രട്ടറി, അവർ പ്രസിഡൻ്റൊക്കെ ആവേണ്ട ആളാണ്, വളരെ സീനിയർ നേതാവാണ് BJPയുടെ. അവർ വളരെ ഡൈനാമിക്കായി നിന്ന് വന്ന് മത്സരിക്കാൻ നിൽക്കുമ്പം കണ്ണൻ കളി ശരിയായില്ല. അത് പ്രശാന്ത് ശിവൻ ഇന്ന് കൃത്യമായിട്ട് ഈ ചുവരെഴുത്തിനുണ്ടാകണമായിരുന്നു. അല്ലെങ്കിൽ പ്രശാന്ത് ശിവൻ്റെയും കൂടി സമയം വെച്ച് ചുവരെഴുത്ത് നടത്തണമായിരുന്നു. ക്ഷേത്രത്തിൽ പോയപ്പോഴും പ്രശാന്ത് ശിവൻ ഉണ്ടായിരിക്കണമായിരുന്നു. പ്രശാന്ത് ശിവനായിരിക്കണമായിരുന്നു ബ്രഷ് എടുത്ത് ശോഭാ സുരേന്ദ്രന് പെയിൻറ്റിൽ മുക്കി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അവിടെ വരയ്ക്കേണ്ടിയിരുന്നത്. ഇത് കല്ലിലെ പിന്നെ എന്താണ് കല്ലുകടി, തുടക്കത്തിൽ തന്നെ കല്ലുകടിയും പരസ്പര ഗുണ്ടായുസവും പരസ്പരം പിന്നെ പാരവയ്ക്കലും ഇതൊരു വലിയ ശാപമാണ് പാലക്കാടേക്ക്. അതുകൊണ്ട് ഇപ്പം ജയിച്ചാലും തോറ്റാലും പ്രശാന്ത് ശിവന് പണി കിട്ടുമെന്നുള്ളതാണ്. തോറ്റുപോയാൽ സ്വാഭാവികമായിട്ട് പ്രശാന്ത് ശിവൻ്റെ റോൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടും. ഇനി ജയിച്ചാൽ പ്രശാന്ത് ശിവനെ മൈൻഡ് ചെയ്യണമെന്നില്ല, ഉണ്ടോ? അപ്പോൾ രണ്ട് തരത്തിലായാലും പ്രശാന്ത് ശിവന് പണി കിട്ടുന്ന രീതി. പ്രശാന്ത് ശിവൻ ഞാൻ വ്യക്തിയല്ല പറയുന്നത്, ഇത്തരത്തിൽ പൊസിഷനിൽ വരുന്നവർ, പ്രത്യേകിച്ച് ജില്ലാ പ്രസിഡൻ്റൊക്കെ, പഞ്ചായത്തല്ല ജില്ലാ പ്രസിഡൻ്റൊക്കെ. ഇപ്പോൾ കരമന ജയന്, തിരുവനന്തപുരത്ത് കരമന ജയന് സീറ്റ് പ്രഖ്യാപിക്കാതെ വേറെ എത്ര പേർക്ക് സീറ്റ് പ്രഖ്യാപിച്ചു? കേരളത്തിൽ ജില്ലാ പ്രസിഡന്റുമാർക്ക് സീറ്റ് പ്രഖ്യാപിക്കാതെ അല്ലേ BJPയിൽ ബാക്കി സീറ്റുകളെല്ലാം ഇങ്ങനെ പ്രഖ്യാപിച്ച് വരുന്നത്? പക്ഷേ അപ്പോഴാണ് ഈ പ്രശാന്ത് ശിവന് ഇതിനകത്ത്
ഒരു അലോസരമുണ്ടായത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ശോഭാ സുരേന്ദ്രന് സീറ്റ് കൊടുക്കും മുമ്പ് നിങ്ങളത് ചർച്ച ചെയ്ത് നിങ്ങൾ സീറ്റ് മേടിക്കണമായിരുന്നു. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പാർട്ടി ഒരു തീരുമാനമെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ പാർട്ടി പോയി പ്രചരണം നടത്തിക്കോളൂ എന്നൊരാളിനോട് പറഞ്ഞ് അദ്ദേഹം വന്ന് ചെവരെഴുത്ത് നടത്തുമ്പോൾ, അത് വനിതയായാലും പുരുഷനായാലും ചെവരെഴുത്ത് നടത്തുമ്പോൾ അവിടെ കയറി കോലടിച്ചത് ശരിയായ രാഷ്ട്രീയമല്ല. എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ ആഭ്യന്തര വിഷയമാണെന്ന് നമുക്ക് മാത്രം പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഒരു പൊതുവിഷയമാണ്. തെരഞ്ഞെടുപ്പ് പൊതുവിഷയമായതുകൊണ്ട് തന്നെ പൊതുവിൽ ആളുകൾ അഭിപ്രായം പറയും. സ്വാഭാവികമായിട്ടും സന്തോഷ് ശിവൻ അവിടെ കാണിച്ചത് ഒരു നല്ല പരിപാടിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സന്ദീപ് വാര്യരൊക്കെ ഒരു പരിധിവരെ പോയതും നന്നായി. കാരണം ഇതാണ് ഇങ്ങനത്തെ ചക്കളത്തിൽ ഡബ്ബ് പരിപാടിയാണെങ്കിൽ അതിനകത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും പാലക്കാട് BJPയും മനസ്സിരുത്തി നിങ്ങൾ പുനർവിചിന്തനം നടത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത അസംബ്ലിയിലോ കൗൺസിലിലോ പഞ്ചായത്തുകളിലോ കിട്ടാനുണ്ടെങ്കിൽ തമ്മിലടിച്ച് നിങ്ങൾ കളയരുത്. നിങ്ങളത് നേടിയെടുക്കണം. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആൾ എത്ര കാലമായി മത്സരിക്കുന്നു, എത്ര സ്ഥലത്ത് മത്സരിക്കുന്നു. അവരോട് നേരത്തെ സീറ്റുണ്ടെന്ന് പറഞ്ഞ് അവരോട് വന്ന് പ്രവർത്തിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിനെ കൊണ്ടുവന്ന് അവിടെ. അപ്പോൾ ഇവർക്ക് മാല ഊരി കൃഷ്ണകുമാറിന് ഇട്ട് കൊടുത്തിട്ട് നേരെ ആറ്റിങ്ങലിലേക്ക് ഓടി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വളരെ കഷ്ടമാണ്. ഇപ്പോൾ വീണ്ടും അവർ പാലക്കാട് വന്നു, അവരോട് പ്രവർത്തിക്കുന്നു. കേന്ദ്രത്തിൻ്റെയും അമിത്ഷായുടെയും വലിയ നിർദ്ദേശമുള്ളത് കൊണ്ട് മാത്രമാണ് അവർ പാലക്കാട് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അതുപോലെ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെയൊക്കെ റിപ്പോർട്ടുണ്ട് ശോഭാ സുരേന്ദ്രന് പാലക്കാട് നിന്നാൽ വലിയ ഹൈപ്പ് കിട്ടുമെന്ന്. അങ്ങനെയാണ് പാലക്കാട് വന്നത്. പക്ഷേ അപ്പോൾ പ്രശാന്ത് ശിവൻ പാർട്ടിക്കകത്ത് വേദികളിൽ പറയേണ്ട കാര്യം പറയാതെ വീണ്ടും അവിടെ തേപ്പുമായി വന്നിരിക്കുകയാണ്. ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ സംഘപരിവാറിനകത്തും BJPക്കകത്തും വലിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും കുറച്ച് പേര് വോട്ട് ചെയ്യാൻ പോകാതിരിക്കുക, കുറച്ച് പേര് പോയി വോട്ട് മാറി ചെയ്യുക, കുറച്ച് പേര് ഗുസ്തി കാണിക്കുക, ചുരുക്കത്തിൽ ഒരു നേതാവിന് കിട്ടേണ്ടുന്ന വോട്ട് കിട്ടാതെ പോവുക. ശോഭാ സുരേന്ദ്രൻ്റെ ജയിപ്പിക്കേണ്ട ബാധ്യത ഇപ്പോൾ സന്തോഷ് ശിവനിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പാലക്കാട്ടത്തെ രാഷ്ട്രീയ ചിത്രം.